സീറ്റ് വിഭജന ചർച്ചകൾക്കായി UDF യോഗം ആരംഭിക്കാനിരിക്കെ PC ജോർജിന്റെ മുന്നണി പ്രവേശനത്തിൽ അവ്യക്തത തുടരുന്നു. PC ജോർജ് മുന്നണിയിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്ന് KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. PC ജോർജ് ഇക്കാര്യം സംസാരിച്ചിട്ടില്ല. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ PC ജോർജ് എന്നെ ബന്ധപ്പെട്ടിട്ടുമില്ല, സംസാരിച്ചിട്ടില്ല. എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇതേക്കുറിച്ച് ചർച്ച തുടങ്ങിയിട്ടില്ല. ചർച്ച തുടങ്ങിയിട്ടില്ലേ ഞാൻ അഭിപ്രായം പറയാ. KPCയുടെ അഭിപ്രായം എന്താണെന്ന കാര്യം ഞാൻ അവിടെ വെച്ചിട്ട് കൃത്യമായിട്ട് പറയും. ഇതുവരെ ഇത് സംബന്ധമായിട്ടൊരു ചർച്ച നടന്നിട്ടില്ല. PC ജോർജിനെ മുന്നണിയിൽ എടുക്കുന്നതിനെതിരെ കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കളും KPC നേതൃത്വത്തെ എതിർപ്പറിയിച്ചു. അതിനിടെ UDF പ്രവേശനത്തിന് നിബന്ധന വെച്ച് PC ജോർജ് രംഗത്തെത്തി. പൂഞ്ഞാറിന് പുറമെ മറ്റൊരു സീറ്റും നൽകണമെന്നാണ് PC ജോർജിന്റെ ആവശ്യം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് UDFിലേക്ക് വരണം എന്നാണ്. കയറിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പിച്ചാടിക്കാരേണ്ട കാര്യമില്ലല്ലോ. കയറിക്കോ എന്ന് പറഞ്ഞാൽ കയറുന്ന എങ്ങനെ ശരീരത്തിൽ വേദനയില്ലാതെ വലിയ തർക്കമൊന്നും ഇല്ലാതെ എങ്ങനെ കയറാം എന്നാലോചിച്ചല്ലേ കയറാൻ പറ്റും. പാല ഇല്ലെങ്കിൽ ഒരു പക്ഷേ പാല ഈ പറഞ്ഞതുപോലെ മാണി കാപ്പനെ പ്രതീക്ഷിച്ച് UDF ഇരിക്കുകയാണെങ്കിൽ പാലയല്ലാതെ മറ്റേ സീറ്റായിരിക്കും താല്പര്യം. കാഞ്ഞിരപ്പള്ളി ഒരു ഇമ്പോർട്ടൻസ്. കാഞ്ഞിരപ്പള്ളി ഞാൻ പറയുന്നത് പൂഞ്ഞാറ് എൻ്റെതാണ്. അതിന് ഇനി ഒരു ചർച്ച ആവശ്യമില്ല. പാലാ കാഞ്ഞിരപ്പള്ളിയിൽ ഒരെണ്ണം കിട്ടിയേ മതിയാവും. മനസ്സിലായില്ലേ? അത് ഏതാണെന്നുള്ളത് UDF തീരുമാനിക്കട്ടെ. ഏതായാലും ഈ പൂഞ്ഞാറ് സീറ്റ് തന്നുകൊണ്ട് ഒത്തുതീർപ്പിന് കാര്യമില്ല. പൂഞ്ഞാറ് സീറ്റ് പറയുന്ന ഔദാര്യം ഇല്ലാതെ എൻ്റെ കയ്യിലുണ്ട്. ബാക്കി ഏതൊക്കെയെന്ന് ചർച്ച ചെയ്താൽ മതി. പാലാ സീറ്റിൽ ഒരു UDF സ്ഥാനാർത്ഥിയായിട്ട് എത്തും. വളരെ പച്ചയ്ക്ക് ഞാൻ പറഞ്ഞേക്കാം. NCP വിട്ട് അല്ലെ NCP ഘടകകക്ഷി എന്ന നിലയിൽ മാണി കാപ്പൻ UDFിൻ്റെ സ്ഥാനാർത്ഥി പാലായി വന്നാൽ പാലായിൽ മാണി കാപ്പന് പിന്തുണ കൊടുക്കും. അത് മാണി കാപ്പൻ ഇല്ല, നമ്മുടെ UDFിനൊപ്പം ഇല്ലെങ്കിൽ നിർബന്ധമായും പാലാ സീറ്റ് കേരള ജനപക്ഷത്തിന് കിട്ടണം എന്ന് മാത്രമല്ല ഞാൻ തന്നെ പാലായി മത്സരിക്കും. കാരണം അതൊരു വാശിയുടെ പ്രശ്നമാണ്. ഒരു വിട്ടുവീഴ്ചയില്ല, പാലാ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ്. കാപ്പനൊന്നും നിയമസഭ പിന്നെ വരികയാണ്. എനിക്ക് ഉത്തരവാദിത്വം. വിവരങ്ങളുമായി TG സൈത്തും G ശ്രീത്തുമാണ് ചേരുന്നത്. ആദ്യം സൈത്തിലേക്ക്. സൈത്ത്, ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ മുന്നണിയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് PC ജോർജ് പറയുന്നത്. KPC അധ്യക്ഷനാവട്ടെ അത്തരമൊരു ചർച്ച ഞാനുമായി നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് ആ ക്യാമ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയ കുഴപ്പങ്ങൾ? PC ജോർജിന്റെ മുന്നണി പ്രവേശന കാര്യത്തിൽ PC ജോർജ് അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു ചർച്ച നീക്കം UDFിൽ ഉണ്ടായിട്ടില്ല എന്നത് വാസ്തവമാണ്. കാരണം KPCC അധ്യക്ഷന്റെ അടക്കമുള്ളവരുടെ നിലപാട് നമ്മൾ കേട്ട് കഴിഞ്ഞു. PC ജോർജ് ഇക്കാര്യത്തിൽ മുന്നണി നേതൃത്വത്തിന് മുന്നിൽ വലിയ സമ്മർദ്ദം വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തവണ UDFിന്റെ ഭാഗമായിരിക്കുന്നതാണ് വിജയസാധ്യത എന്ന വിലയിരുത്തൽ PC ജോർജിനുമുണ്ട്. ഇതാണ് PC ജോർജിന്റെ വാദത്തിന് നീക്കത്തിന്റെയും അടിസ്ഥാനം. എന്തായാലും UDF ഇത്തരം സാധ്യതകൾ പരിഗണിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. കാരണം ഇത്തവണ കടുത്ത രാഷ്ട്രീയ വെല്ലുവിളി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ PC ജോർജ് കൂടെ ഒപ്പമുണ്ടാകുന്നത് നേട്ടമാകുമെന്നത് UDFിലെ പ്രധാന നേതാക്കളുടെ വിലയിരുത്തലാണ്. പക്ഷേ പ്രാദേശിക തലത്തിൽ PC ജോർജിനെ മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പ് ഉയരുന്നുണ്ട്. സ്വാഭാവികമായും ആ വെല്ലുവിളികൾ പൂർണ്ണമായി അവഗണിക്കാൻ UDF നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും കഴിയുകയുമില്ല. എന്തായാലും ഇത്തരം സാധ്യതകൾ തീർച്ചയായും UDF പരിഗണിക്കുന്നുണ്ട്. മുന്നണിക്ക് പുറത്തു നിർത്തിയുള്ള ഒരു സഹകരണം സാധ്യമാകും എന്ന കാര്യവും മുന്നണി നേതൃത്വം പരിഗണിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. PC ജോർജിന്റെ വരവ് മാത്രമല്ല, PC തോമസ് അടക്കമുള്ള ചെറു ഗ്രൂപ്പുകളുടെയും മുന്നണിയുമായുള്ള പങ്കാളിത്തം സംബന്ധിച്ചുള്ള ചർച്ചകളും ഇന്നത്തെ മുന്നണി യോഗത്തിൽ പ്രാരംഭമായി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സീറ്റ് വിഭജന ചർച്ചകളുടെ തുടക്കവും ഇത്തവണ ഉണ്ടാകുന്നു. രണ്ട് പ്രധാന ഘടകകക്ഷികൾ മുന്നണി വിട്ടതിന് ശേഷമുള്ള പ്രത്യേക സാഹചര്യം, അത് എങ്ങനെ വീതം വെക്കണം എന്നടക്കമുള്ള ചർച്ചകളും ഇന്ന് നടക്കും. ശ്രീത്ത് വിളിച്ചിരുന്നു. ശ്രീത്ത്, ഏതായാലും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ എതിർപ്പുണ്ട് PC ജോർജ് വരുന്നതിൽ. അവരെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? ഏതൊക്കെ രീതിയിലാണ് പ്രതിരോധിക്കുന്നത്? പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല, മുസ്ലിം ലീഗ് നേതൃത്വവും ഇതിൽ എതിർപ്പുണ്ട്. അതായത് UDFിലെ പല ഘടകകക്ഷികൾക്കും എതിർപ്പുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അത് PC ജോർജ് നേരത്തെ നടത്തിയ ഒരു മുസ്ലിം വിരുദ്ധ പരാമർശത്തിന്റെ പേരിലായിരുന്നു. പക്ഷേ PC ജോർജ് അതിനെ മാപ്പ് പറയുകയും മറ്റും ചെയ്തിരുന്നതാണ്. ഇന്നലെ ആ മാപ്പ് പറച്ചിൽ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അവരുടെ എതിർപ്പ് ശക്തമാണ്. PC ജോർജിനെ മുന്നണിയിലെടുത്താൽ തങ്ങൾ രാജിവെക്കും എന്നതാണ് ഈ നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, ഇന്നലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും നേരിട്ട് കണ്ട് അവർ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ പ്രാദേശിക മുസ്ലിം നേതാക്കളുടെ കത്തുകൾ അടക്കം കാട്ടിയിട്ടുണ്ട് എന്നതാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ നിസാർ ഖുർബാനി ന്യൂസ് 18നോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ എതിർപ്പ് തുടരുന്നു. ഈ എതിർപ്പും ഒരുപക്ഷെ UDFിനെ കണക്കിലെടുക്കേണ്ടി വരും. കാരണം 1977 PC ജോർജ് UDFിന്റെ ഭാഗമായി നിന്ന് മത്സരിച്ചപ്പോൾ അവിടെ വിമതനായി നിന്ന ആളാണ് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ PC ജോർജ് അവിടെ അടിയുറച്ച് മത്സരിക്കുകയും തൻ്റെ അടിത്തറ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്ത് വിജയിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ജോർജിന് വലിയ
ഭൂരിപക്ഷവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടായ സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ എതിർപ്പ് UDF പരിഗണിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഈ ഒരു എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് തീരുമാനം വരുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. ഗോപി. ശരി ശ്രീത. പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ BJPയുടെ കൊടികെട്ടി. സംഭവത്തിൽ പ്രതിഷേധവുമായി UDF കൗൺസിലർമാർ പ്രതിഷേധിക്കുകയാണ്. പോലീസ് എത്തി കൊടി നീക്കം ചെയ്തു. പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, എന്തിനാണ് ഈ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഒരു കൊടി വെക്കേണ്ട സാഹചര്യം ഉണ്ടായത്? എന്തൊക്കെയാണ് പ്രതിഷേധങ്ങൾ? നീക്കം ചെയ്തു അത്? ഗോപി, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം. ഇന്ന് സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അപ്പോഴാണ് നഗരസഭയ്ക്ക് മുന്നിലെ നഗരസഭാ പാർക്കിനുള്ളിലെ ഗാന്ധി പ്രതിമയിൽ BJP കൊടി കെട്ടിയത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് UDF കൗൺസിലർമാർ ഇതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇവർ ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സന്റെ ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം നടത്തുകയാണ്. എന്നാൽ ഈ സംഭവത്തിൽ ഇതിൽ BJPക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് നഗരസഭാ വൈസ് ചെയർമാനും BJPയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ E. കൃഷ്ണദാസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ട്. BJP പ്രവർത്തകരാരും ഇക്കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും BJP ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസ് പറയുന്നത് കഴിഞ്ഞ വോട്ടെണ്ണൽ ദിവസം ഉണ്ടായ സംഭവത്തിന്റെ അന്ന് ജയശ്രീറാം വിവാദമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഗാന്ധി പ്രതിമയിൽ തന്നെ BJPയുടെ കൊടി കെട്ടിയ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ശക്തമായ നടപടി വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. കസ്റ്റംസിനെതിരെ DGPക്കും ചീഫ് സെക്രട്ടറിക്കും പരാതിയുമായി സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല സംഘടന. അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ആരോപണം. കസ്റ്റംസിനെതിരെ രൂക്ഷ വിമർശനവും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഉന്നയിക്കുന്നു. തരമെറിഞ്ഞ് കളിക്കണം, കൂട്ടിലടച്ച കസ്റ്റംസ് എന്ന തലക്കെട്ടിൽ പുറത്തിറക്കിയ നോട്ടീസിലാണ് വിമർശനം. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ ലാലുവിനെ പേരെടുത്തു പറഞ്ഞാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വിശുദ്ധ പശുവല്ലാത്ത ലാലുമോൻ കൂട്ടിലടച്ച വെറുമൊരു ചാവാലിയാണെന്നും സംഘടന പരിഹസിക്കുന്നു. സംസ്ഥാനത്ത് തിയേറ്ററുകൾ ഉടൻ തുറക്കും. ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ ചേരുന്ന സിനിമാ സംഘടനകളുടെ യോഗത്തിൽ തിയേറ്ററുകൾ തുറക്കുന്ന തീയതി പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സിനിമാ സംഘടനകളുടെ അനുകൂല തീരുമാനം. എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ സംഘടനകൾ നേരിട്ട് പറയുകയും അതെല്ലാം കേട്ടതിന് ശേഷം പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് ഉറപ്പു തരികയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ മറ്റുള്ള സംഘടനകളുമായിട്ട് എറണാകുളത്തൊരു മീറ്റിംഗ് കൂടി എപ്പോഴാണ് തിയേറ്ററുകൾ തുറക്കുന്നതെന്നുള്ള തീരുമാനം എറണാകുളത്ത് ഇന്ന് തന്നെ അതിനുള്ളൊരു തീരുമാനമുണ്ടാകും. ശരണാണ് ചേരുന്നത്. ശരൺ, മുഖ്യമന്ത്രിയിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങളുണ്ടായി, തുറക്കാനുള്ള ആത്മവിശ്വാസമുണ്ട് എന്നാണ് സംഘടനകൾ പറയുന്നത്. ഇനി ഡേറ്റ് അനൗൺസ് ചെയ്യുക എന്നുള്ളത് ചടങ്ങ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ പ്രക്രിയ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും തീരുമാനമായോ? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുമായി സിനിമാ സംഘടനകളുടെ ഭാരവാഹികൾ നടത്തിയ ചർച്ചയിലാണ് സിനിമാ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായിരിക്കുന്നത്. അതായത് 10 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് തിയേറ്ററുകൾ തുറക്കാൻ തീരുമാനമായിരിക്കുന്നു. 10:30-ക്കാണ് സിനിമാ സംഘടനാ ഭാരവാഹികൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളാണ് അവർ മുഖ്യമന്ത്രിയോട് മുന്നോട്ട് വെച്ചിരുന്നത്. അതായത് വൈദ്യുതി ചാർജിലെ ഇളവ്, വിനോദ നികുതി പൂർണ്ണമായും ഒഴിവാക്കുക, തിയേറ്ററുകളുടെ ലൈസൻസ് പുതുക്കാനുള്ള കാലാവധി നീട്ടി നൽകുക. ഈ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. ഈ ഉറപ്പിന്മേലാണ് സംസ്ഥാനത്ത് തിയേറ്ററുകൾ തുറക്കാൻ തീരുമാനമാവുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കൊച്ചിയിൽ വെച്ച് സിനിമാ സംഘടനകളുടെ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം തിയേറ്ററുകൾ തുറക്കുന്ന തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഭാരവാഹികൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ ഗൈഡ് ലൈൻ പ്രകാരം 50% ആളുകൾക്ക് മാത്രമേ തിയേറ്ററിൽ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അത്തരത്തിൽ 50% ആളുകളെ പ്രവേശിപ്പിച്ചുകൊണ്ട് തിയേറ്ററുകൾ പ്രവർത്തിപ്പിച്ചാൽ വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്ന നിലപാടാണ് നേരത്തെ തിയേറ്റർ ഉടമകൾ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ആ നിലപാടിൽ നിന്നും അവർ പിന്നോക്കം പോയിട്ടുണ്ട്. അതായത് മറ്റ് ആവശ്യങ്ങൾ നടപ്പിലായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 50% ആളുകളെ പ്രവേശിപ്പിച്ചുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തിയേറ്ററുകൾ പ്രവർത്തിക്കാമെന്ന
നിലപാടിലേക്ക് തിയേറ്റർ ഉടമകൾ എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം മറ്റന്നാൾ തന്നെ തിയേറ്ററുകൾ തുറക്കുമെന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്. അതായത് വിജയ് അഭിനയിച്ച മാസ്റ്റർ ആയിരിക്കും കോവിഡാനന്തരം ആദ്യ തിയേറ്ററിലേക്ക് എത്തുന്ന ആദ്യ ചിത്രം. ഏതായാലും പ്രദർശനത്തിനുള്ള ആദ്യ ചിത്രമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അന്തിമഘട്ട ചർച്ചകൾ ഇന്ന് വൈകിട്ട് നടക്കും. അതിനുശേഷം തിയേറ്റർ തുറക്കുന്ന തീയതി പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. ശരി ശരൺ. രാഷ്ട്രീയത്തിലേക്കില്ല എന്ന നിലപാടിൽ ഉറച്ച സ്റ്റൈൽ മന്നൻ രജനീകാന്ത് ആരാധകർ നടന്ന പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിക്കണമെന്നും സൂപ്പർ സ്റ്റാർ അഭ്യർത്ഥിച്ചു. രാഷ്ട്രീയത്തിലേക്കില്ലെന്ന തീരുമാനം അന്തിമമാണ്. ഈ തീരുമാനത്തിന് ഇനി മാറ്റം ഉണ്ടാവില്ല. അനുവാദമില്ലാതെയാണ് ആരാധകർ പ്രതിഷേധം നടന്നത്. ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാത്തവരോട് നന്ദിയുണ്ട്. ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇത്തരം പ്രതിഷേധ പരിപാടികളിൽ ആരും പങ്കെടുക്കരുതെന്നും രാഷ്ട്രീയത്തിലേക്കില്ല നിലപാടിൽ ഒരിക്കലും മാറ്റം വരുന്നില്ല എന്നും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു. വധക്കേസ് പ്രതിക്ക് ജയിലിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ ജയിൽ ഡിജിപിയുടെ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് ഹൈക്കോടതി. മർദ്ദനമേറ്റത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണമില്ല. ആവശ്യമെങ്കിൽ ജയിൽ ഡിജിപിയെ നേരിട്ട് വിളിച്ചു വരുത്തുമെന്നും കോടതി വ്യക്തമാക്കി. CN പ്രകാശാണ് ചേരുന്നത്. പ്രകാശ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോടതി എന്താണ് പറഞ്ഞത്? കോട്ടയത്തെ കെവിൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെടുത്ത പ്രതി ടിൻഡു ജെറോമിന് ജയിലിൽ വെച്ച് മർദ്ദനമേറ്റു എന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ട് കോടതി ജയിലിൽ പോയി പരിശോധിച്ച് ജഡ്ജി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ജയിൽ DGPയോടും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആരോഗ്യവകുപ്പും ജീവനക്കാരും ജയിലിൽ സന്ദർശിച്ചു. ആ റിപ്പോർട്ട് പരിശോധിക്കുകയാണ് ഇന്ന് ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ റിപ്പോർട്ട് തൃപ്തികരമല്ല, ജയിൽ DGPയുടെ റിപ്പോർട്ട് തൃപ്തികരമല്ല എന്ന നിഗമനം ഉണ്ടായിട്ടുള്ളത്. മർദ്ദനമേറ്റത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം ഈ റിപ്പോർട്ടിലില്ല എന്നും ആവശ്യമെങ്കിൽ ജയിൽ DGPയെ നേരിട്ട് വിളിച്ചു വരുത്തുമെന്നും കോടതി പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഈ ഹർജി പരിഗണിക്കും. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ സർക്കാർ നിലവിൽ സ്ഥലം മാറ്റുക മാത്രമാണ് ഉണ്ടായത് എന്നും കോടതി വിമർശിക്കുകയും ചെയ്തു. ഈ പിതാവിന്റെ ഈ പരിക്കേറ്റ പ്രതിയുടെ പിതാവിന് 30 മിനിറ്റ് ഇന്ന് ആശുപത്രിയിൽ സന്ദർശനം നടത്താനും അനുമതി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ശരി പ്രകാശ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. വാക്സിനേഷനിലൂടെ കോവിഡിനെ ഒറ്റക്കെടുത്തായി ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. സഞ്ജീവനി ക്യാമ്പയിനിലൂടെ നെറ്റ്വർക്ക് 18 ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു. ഒരാൾ സുരക്ഷിതനല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് സഞ്ജീവനി ക്യാമ്പയിന്റെ ആപ്തവാക്യം. കൃഷി നിയമം നടപ്പാക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൂടെയെന്ന് സുപ്രീം കോടതി. സമരം തുടരുന്നതിൽ കോടതി കേന്ദ്ര സർക്കാരിനെ അതൃപ്തി അറിയിച്ചു. സമരം നടത്തുന്നത് ഒരു വിഭാഗം മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. സുപ്രധാനമായ ചോദ്യവുമായി സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുന്നു. നിയമം നടപ്പാക്കുന്നത് തൽക്കാലം നിർത്തിവെച്ചുകൂടെ എന്ന സുപ്രധാനമായ ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കർഷക സമരം തുടരുന്നതിൽ സുപ്രീം കോടതിക്കുള്ള അതൃപ്തിയും വ്യക്തമാക്കുന്നു. കർഷക സമരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും കൂടാതെ സമരത്തിനെതിരെയുള്ള ഹർജികളും ഇന്ന് കോടതിയിലുണ്ടായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അഭിലാഷ് വിശദാംശങ്ങൾ. ഗോപികൃഷ്ണൻ, കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ചില സംശയങ്ങൾ മാത്രമാണ്. അതായത് ഈ നിയമവുമായി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? ഇത്രയധികം കർഷകർ വലിയ പ്രതിഷേധം ഉയർത്തുകയാണല്ലോ. പ്രത്യേകിച്ച് നിരവധി കർഷകർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കൊടും തണുപ്പിൽ ഉൾപ്പെടെ ഈ പ്രതിഷേധ സമയത്ത് ഏതാനും കർഷകർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഒക്കെയാണ് ഇപ്പോൾ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിലുള്ളത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ നിയമവുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന സംശയം മാത്രമാണ് കോടതി ആരാഞ്ഞത്. സംസ്ഥാനത്ത് ഏതാനും ചില സംസ്ഥാനങ്ങളിൽ ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ നിയമം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾക്കാണ് ഈ കൃഷി നിയമത്തിനെതിരായ വികാരമുള്ളത്. അവർ മാത്രമാണ് പ്രതിഷേധം നടത്തുന്നത് എന്നായിരുന്നു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ കോടതിയിൽ നൽകിയ മറുപടി. പക്ഷേ കോടതി കൃത്യമായൊരു അതൃപ്തി ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത്രയധികം ചർച്ചകൾ, അതായത് 8 തവണ കേന്ദ്ര സർക്കാരും ആയി ചർച്ച നടത്തിയിട്ട് പോലും കേന്ദ്ര സർക്കാരിന് ഈ വിഷയം എന്തുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നതിലുള്ള അതൃപ്തി ചീഫ് ജസ്റ്റിസ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കർഷകരുടെ ഒരു വിഷയമാണ്. ഇത്രയധികം പ്രതിഷേധം
രാജ്യത്ത് നടക്കുന്നു. ദിവസങ്ങളായി 46 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ പ്രതിഷേധം. എന്നിട്ടും ചർച്ചയിലൂടെ ഈ വിഷയം എന്തുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു വിമർശനാത്മകമായ നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിനോട് നടന്നിട്ടുള്ളത്. അപ്പോഴും തുഷാർ മേത്ത നൽകിയ മറുപടി ഈ വിഷയത്തിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് ഇന്ന് വാദഗതികൾ നടന്നത്. എന്തായാലും അടുത്ത ദിവസം കൂടി ചർച്ച നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചിട്ടുള്ളത്. ഒരു കൂട്ടം ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ മുന്നിൽ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹർജി എന്നത് ഈ കാർഷിക നിയമങ്ങൾ റദ്ദാക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഗോപികൃഷ്ണൻ കാർഷിക നിയമങ്ങൾ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളും ഇതേ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട്. ഒപ്പം ഈ അതിർത്തി പ്രദേശങ്ങളിൽ കർഷകർ കൂട്ടമായി സമരം നടത്തുന്നത് ഗതാഗത തടസ്സമുണ്ടാക്കുന്നു, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നു, മാത്രമല്ല കോടികളുടെ നഷ്ടം ഇതുമൂലം സർക്കാരിനുണ്ടാകുന്നു എന്ന തരത്തിലുള്ള ഹർജിയുമുണ്ട്. പക്ഷേ കേസിന്റെ ഒരു മെറിറ്റിൽ ഇന്ന് പ്രധാനമായും ഈ കർഷകരുടെ സമരം തുടരുന്നത് നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. ആ ഒരു വിഷയം മാത്രമാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. അതിന്മേലുള്ള നിരീക്ഷണങ്ങളാണ് ഇപ്രകാരം നടന്നിട്ടുള്ളത്. ഗോപികൃഷ്ണൻ, ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ കോടതി സംശയങ്ങൾ ചോദിക്കുകയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഘട്ടത്തിൽ ഈ വാർത്ത നമ്മൾ അവതരിപ്പിക്കുമ്പോൾ? ഗോപികൃഷ്ണൻ, അത്തരം സംശയങ്ങൾ മാത്രമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ ഒരു പശ്ചാത്തലത്തിലും കാർഷിക നിയമങ്ങളുമായി മുന്നോട്ട് പോവുകയാണോ സർക്കാർ, അതാണോ സർക്കാരിൻ്റെ തീരുമാനം എന്ന തരത്തിലുള്ള ഒരു സംശയം മാത്രമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിനപ്പുറത്ത് എന്തെങ്കിലും നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടില്ല. എന്താണ് ഈ സമിതി രൂപീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട്, സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൂടെ എന്ന തരത്തിൽ കോടതി ആരാഞ്ഞു. അപ്പോഴാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കിയത് കർഷകർ യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത് നിയമം പിൻവലിക്കണം എന്ന് മാത്രമാണ്, മറ്റൊരു തരത്തിലുമുള്ള ചർച്ചയിലേക്ക് പോകാൻ കർഷകർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സമിതിയുമായി മുന്നോട്ട് പോകുന്നതിന് കേന്ദ്ര സർക്കാരിന് വിയോജിപ്പില്ല എന്ന തരത്തിൽ കൂടിയാണ് സോളിസിറ്റർ ജനറൽ മറുപടി നൽകിയത്. ഈ അതിർത്തി കോടതി അറിയിക്കുന്നത് ചർച്ചകൾ ഫലം കാണാത്തതിലാണോ? ഗോപികൃഷ്ണൻ, വാദഗതികൾ തുടങ്ങുമ്പോൾ തന്നെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ആദ്യം വാദം ഉന്നയിച്ചത്. അദ്ദേഹം ഈ ഹർജി പരിഗണിച്ച വഴി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്മേൽ പറഞ്ഞത് ഈ വിഷയം പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകൾ നടക്കുന്നു എന്നായിരുന്നു. അപ്പോൾ ചീഫ് ജസ്റ്റിസ് നൽകിയ മറുപടി ഇതൊക്കെ ഞങ്ങളും കാണുന്നുണ്ട്, മാധ്യമങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്, അങ്ങനെ 8 തവണ ചർച്ച നടന്നിരിക്കുന്നു. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് തന്നെയാണോ കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം, അതാണോ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലുള്ള വാദത്തിനിടയിലുള്ള വാക്കാൽ പരാമർശങ്ങളാണ് യഥാർത്ഥത്തിൽ കോടതിയിൽ നടന്നത്. ആ നിലയിലുള്ള ഒരു വിമർശനം, ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ, ഈ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്ന തരത്തിലുള്ള വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിന് വീണ്ടും മറുപടി നൽകിയത് തുഷാർ മേത്ത ഇപ്രകാരമായിരുന്നു: ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത് ഒരു വിഭാഗം കർഷകർ മാത്രമാണ്, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കർഷകർക്കും ഈ നിയമം നടപ്പിലാക്കുന്നതിനോട് വിയോജിപ്പില്ല, പല സംസ്ഥാനങ്ങളിലും ഈ നിയമം നടപ്പിലാക്കുന്നു എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പക്ഷേ അപ്പോഴാണ് വീണ്ടും ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഡൽഹി അതിർത്തിയിൽ സമരം നടത്തുന്നു, പ്രതികൂലമായ കാലാവസ്ഥയാണ്, എത്രയോ കർഷകർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, എത്രയോ ആളുകൾ ഈ പ്രതിഷേധത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്താണ് അങ്ങനെ ഒരു പശ്ചാത്തലം, അതുകൊണ്ട് ഈ വിഷയം പരിഹരിച്ചുകൂടെ എന്ന് വീണ്ടും ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നു. കൃത്യമായ ഒരു നിർദ്ദേശം നൽകാൻ സർക്കാരിന് സാധിക്കുന്നുണ്ടോ, നിയമവുമായി മുന്നോട്ട് പോവുകയാണോ എന്ന തരത്തിലുള്ള ചോദ്യം തന്നെയാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വരാം അഭിലാഷ്. ഇപ്പോൾ അനിരാജ ചേരുന്നു. ശ്രീമതി അനിരാജ, സ്വാഭാവികമായിട്ടും കോടതിയുടെ ചില ചോദ്യങ്ങൾ എന്നതാണോ അതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് നിർണായകമാണ്. നിയമം നടപ്പാക്കുന്ന തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൂടെ എന്ന് കോടതി ചോദിക്കേണ്ട എന്ന് പറയുന്നു. എങ്ങനെ കാണുന്നു ഈ കോടതി നടപടികളെ, ഇപ്പൊ സംഭവിച്ച ഈ പരാമർശങ്ങളെ? തീർച്ചയായും ഈ പരാമർശങ്ങൾ ശുഭസൂചകമാണ്. കർഷകർ മാസങ്ങളോളമായി ഈ ധർണ അല്ലെങ്കിൽ ബോർഡറുകൾ അടച്ചുകൊണ്ട് ധർണ തുടങ്ങിയത് മുതലല്ല, ഈ ബില്ല് വന്നപ്പോൾ തന്നെ അപ്പോൾ മുതൽ തുടങ്ങിയ
അവരുടെ ആവശ്യവും അവരുടെ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ തീർച്ചയായും കണ്ടില്ലെന്നടിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോ BJPക്കോ ആവില്ല. അതുമാത്രമല്ല, കർഷകർ നിശ്ചയദാർഢ്യത്തോടെയാണ് എന്തു തന്നെ ആയാലും ഈ ബില്ലുകൾ പിൻവലിക്കാതെ തിരിച്ചു പോകില്ല എന്നുള്ള തീരുമാനത്തോടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കർഷകർ ബോർഡറിൽ വന്നു നിൽക്കുന്നത്. ഈ ഓരോ ബില്ലുകളും എടുത്ത് വളരെ വിശദമായി പരിശോധിച്ചാൽ ഇത് കർഷകർക്ക് മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ളത് ബോധ്യപ്പെടും. അത്തരമൊരു സാഹചര്യത്തിൽ കോർട്ടിന്റെ ഇപ്പോഴത്തെ പരാമർശം ശുഭസൂചകമാണ്. അപ്പോൾ അത് പറയുമ്പോഴും അയോധ്യ വിധിയെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. എല്ലാം പറഞ്ഞു വെച്ചിട്ട് അവസാനം ആര് പൊളിച്ചുവോ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി നിർണയിച്ച ഒരു സമീപകാലത്തെ ഒരു ചരിത്രവും കോടതിക്കുണ്ട് എന്നുള്ളതും തീർച്ചയായിട്ടും അവസാനം എന്ത് പറയുന്നു എന്നുള്ളതിൽ ആശ്രയിച്ചിരിക്കും കോടതി ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട്. നന്ദി. ശ്രീ അനിരാജയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ജെയ്മോൻ ആൻഡ്രൂസ് സുപ്രീം കോടതി അഭിഭാഷകനും കൂടി ചേരുന്നു. ശ്രീ ജെയ്മോൻ, താങ്കൾ എങ്ങനെയാണ് കോടതിയുടെ ഈ ചോദ്യങ്ങളെ കാണുന്നത്? കോടതിയുടെ ചോദ്യം നേരത്തെ മിസ്സിസ് അനിരാജ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായി സുപ്രീം കോടതി ഈ സംഭവത്തിൽ എന്ത് നിലപാടെടുക്കും, ഉത്തരവ് കൊണ്ട് കോടതി ഉത്തരവിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. ഈ കർഷക സമരം അവസാനിപ്പിക്കുന്നതിനും ഗവൺമെന്റിന്റെ പിടിവാശി, ഈ ഗവൺമെന്റ് കൃത്യമായിട്ട് കർഷകർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളോട് കാര്യമായ പ്രതികരണമൊന്നും നടത്താതെ ഒരു ചർച്ചാ പ്രകസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഈ പറയുന്ന ഏറ്റവും വലിയ കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് രാജ്യത്ത് സമാനതകളില്ലാത്തൊരു സമരമാണ് നടന്നത്. ഇത്രയും ഏറ്റവും തണുപ്പിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയാണ് ഡൽഹിയിലുള്ളത്. അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ, ഇതെല്ലാം കൂടി വെച്ചിട്ട് മനുഷ്യന്റെ 100 ശിഷ്ടം ആളുകളുടെ മരണം ആ സമരസ്ഥലത്ത് നടന്നു കഴിഞ്ഞു. ഈ അവസരത്തിൽ ഒരു രാജ്യത്തിന് സുപ്രീം കോടതി ഒരു സംശയമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ആ സമയത്ത് കോടതി ഇത്രയും ചോദിച്ചു തന്നെ താങ്കൾ ഇപ്പൊ സ്വാഗതം ചെയ്യുകയും എല്ലാവരും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യത്തിൽ ഇത്ര ഇടപെടൽ മതിയോ സുപ്രീം കോടതി എന്നും ഒരു ചോദ്യമില്ലേ? അതിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സുപ്രീം കോടതിയുടെ പല ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സുപ്രീം കോടതി ബെഞ്ചുകൾ പലപ്പോഴും നമ്മൾ ഈ ആവേശത്തോടു കൂടി നമ്മൾക്ക് വലിയ പ്രതീക്ഷ തരുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയും അവസാനം ഇതെല്ലാം കൂടി കെട്ടി വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ഞാൻ ഇതിന്റെ ലൈവ് ഞാൻ നേരിട്ട് കാണുന്നില്ലെങ്കിൽ ഞാൻ മറ്റേ ഒരു ലൈവിലോ ചെയ്യുന്ന ലൈവ് റിപ്പോർട്ടിംഗ് ഉണ്ട്. ആ റിപ്പോർട്ടിംഗ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് മനസ്സിലാകുന്നത് അവർ ആ രീതി അങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ്. ഈ പറയുന്ന സംശയം നിൽക്കുകയാണ്. വെറുതെ വാചകങ്ങൾ, കുറെ ആളുകളുടെ കൈയടി വാങ്ങാനുള്ള വാചകങ്ങളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് കൃത്യമായി ഗവൺമെന്റിന് കൊടുക്കണം, നിർദ്ദേശം കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ ചർച്ച ചെയ്ത് ആ പ്രശ്നം അവസാനിപ്പിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡയറക്ഷൻസ് ഉത്തരവിൽ കൂടെ തന്നെ കൊടുക്കാൻ സുപ്രീം കോടതി തയ്യാറാകുമെന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ താൽക്കാലികമായി ഈ കർഷക അവർ ഞങ്ങൾ സ്റ്റേ ചെയ്യട്ടെ എന്ന് അവർ ചോദിക്കുന്നു. വളരെ കൃത്യമായിട്ട് ഈ കർഷക നിയമം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേ ചെയ്യാനുള്ള ഇനഫ് ഗ്രൗണ്ട്സ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് സംസ്ഥാന വിഷയം എന്നുള്ള ഒരു വലിയ പരിഗണനയില്ലേ. അങ്ങനെ എല്ലാ സംസ്ഥാനത്തിന്റെ വിഷയങ്ങളിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും കേന്ദ്രം നിയമം പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭരണഘടനാപരമായ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള അതിലൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോ ഈ ചർച്ചകൾ ഇങ്ങനെ നീളുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു സുപ്രീം കോടതിക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുമോ? വേഗം ചർച്ച ചെയ്തിട്ട് എല്ലാ ദിവസത്തിനുള്ളിൽ തീരുമാനം അത്തരത്തിലൊരു നടപടിയിൽ കടക്കാൻ പറ്റുമോ? സുപ്രീം കോടതി ഇത്രയും വലിയ ഇതിനു മുമ്പ് നടന്ന പല സമരങ്ങളിലും സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. പല പ്രശ്നങ്ങളിലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. ഈ സുപ്രീം കോടതി നിങ്ങൾക്കറിയാമല്ലോ, പണ്ട് കന്നയ്യകുമാറിനെ പട്യാല ഹൗസിൽ വെച്ച് ആക്രമിക്കുന്ന സമയത്ത് സുപ്രീം കോടതി പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട് പട്യാല ഹൗസിൽ പോയി നടക്കാൻ. ഏത് ഇത് മാംസവും ബ്ലഡുമുള്ള ആളുകൾ ഇരിക്കുന്നതല്ലേ, അല്ലാതെ ഇത് അവർക്ക് അതുകൊണ്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അവർക്ക് ചെയ്യണമെങ്കിൽ യാതൊരു കാര്യമില്ല. രാജ്യത്തെ ക്രമസമാധാനം വഷളാകുകയാണ്. ഇന്നലത്തേക്ക് നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഇനി 26-ാം തീയതിയിലേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഇന്ന്
തലസ്ഥാനത്തും പരിസര പ്രദേശത്തും സംഭവിക്കാൻ പോകും നമുക്കറിയാൻ വേണ്ടി കഴിയില്ല. കാരണം മർദ്ദനത്തിലൂടെ അടിച്ചമർത്തിക്കൊണ്ട് ഇത്രയും ആളുകളെ തീർക്കാൻ കഴിയുമെന്ന് പറയുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഈ പറഞ്ഞ സാഹചര്യം മനസ്സിലാവുന്നു, കൃത്യമാണ്. അത് നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു. ഇപ്പോൾ ശ്രീ എം പി രാജേഷ് കൂടി ചേരുന്നു. ശ്രീ രാജേഷ്, ഏതായാലും കോടതി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കോടതി ചോദിച്ച കാര്യങ്ങൾ സ്വാഗതാർഹം എന്ന് പറയാം. പക്ഷെ അപ്പോഴും ശ്രീ ജോമോൻ ആൻഡ്രോസ് ഒക്കെ പറഞ്ഞ പോലെ ഇത്രയും ഗുരുതരമായൊരു സാഹചര്യം, കൊടും തണുപ്പ്, പലർക്കും അതിജീവിക്കാൻ കഴിയുന്നില്ല. അത്തരൊരു സാഹചര്യത്തിൽ ഇത് നടന്ന ഈ ഇടപെടലുകളെ അല്ലെങ്കിൽ കോടതിയുടെ പരാമർശങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന് ഇപ്പോ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി മാത്രമേ ഉള്ളൂ, എന്താണ് പറഞ്ഞ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. രാജേഷ്, ഞാൻ പറയാം, ശ്രീ രാജേഷ്, വിധിയല്ല. ഇന്ന് കേസിൽ വന്ന സമയത്ത് കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചു സർക്കാരിനോട്. നിയമം നടപ്പാക്കുന്നത് തൽക്കാലം നിർത്തിവെച്ചുകൂടെ എന്ന് ചോദിച്ചു. പിന്നെ ചർച്ച എങ്ങനെ നീളുന്നതിൽ, ഒരു തീരുമാനമാകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത് രണ്ടുമാണ്. അതും ഒന്നും റെക്കോർഡിക്കലല്ല, പരാമർശങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ആണ്. അതിനെ തന്നെ പോസിറ്റീവായിട്ടാണോ നമ്മൾ കാണേണ്ടത്? എങ്ങനെയാണ് താങ്കളുടെ കാണുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. കോടതി സാധാരണ കേസ് പരിഗണിക്കുമ്പോൾ പരാമർശങ്ങൾ പലതും നടത്തും. കോടതിയുടെ ആ പരാമർശങ്ങൾ എത്രത്തോളം കോടതിയുടെ തീർപ്പിൽ പ്രതിഫലിക്കുന്നു എന്നതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. ആ പരാമർശങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നില്ല. അത് പലതരത്തിലുള്ള പരാമർശങ്ങൾ ഇപ്പോൾ നടത്താറുണ്ട്. മാധ്യമങ്ങൾ അതിനെല്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കാറുണ്ട്. എങ്കിലും അതൊന്നും അത്ര ഈ പരാമർശങ്ങൾ പലതും അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതല്ല എന്നതാണ് അനുഭവം. പക്ഷെ എന്താണ് കോടതി ഇക്കാര്യത്തിൽ അന്തിമമായിട്ട് എടുക്കുന്ന നിലപാട് എന്നത് പ്രധാനമാണ്. കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്, പരിഗണനാ വിഷയങ്ങളുണ്ട്. അതിന്റെ ഭരണഘടനാപരമായ സാധ്യതയെ സംബന്ധിച്ചാണ്. സംസ്ഥാന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന അതിക്രമിച്ചു കയറൽ സംസ്ഥാന വിഷയമാണെന്ന് ഇത്തരമൊരു കാര്യത്തിൽ എങ്ങനെ കേന്ദ്ര നിയമനിർമ്മാണം നടത്തും എന്നൊരു വിഷയം, ഫെഡറൽ തത്വങ്ങളുടെ ലംഘനത്തിന്റെ പ്രശ്നം അതിൽ വരുന്നുണ്ട്. അതെല്ലാം ഭരണഘടനാപരമായി കോടതി അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. അതേസമയം ഇവിടെ ഈ നിയമത്തിനെതിരായി ഏതാണ്ട് 10-50 ദിവസത്തോളമായിട്ട് കൊടും തണുപ്പിൽ 70 വർഷത്തിനിടയിൽ ഡൽഹി അനുഭവിക്കുന്ന ഏറ്റവും കൂടിയ തണുപ്പിൽ 60-70 ഒക്കെ പ്രായം പിന്നിട്ട കർഷകർ സമരം തീർച്ചയായും അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച സുപ്രീം കോടതി അഭിഭാഷകനും അതാണ് പറഞ്ഞത്. കാരണം മനുഷ്യനെ അതിജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പ്, അത് അവരുടെ പോരാട്ട വീര്യം കൊണ്ട് മാത്രം കർഷകർ അതിജീവിക്കുന്ന ഒരു വിഷയം. രണ്ടാമത് ഈ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു അടിയന്തര ഇടപെടൽ കോടതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടിയിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ചില നിയമവിദഗ്ധരൊക്കെ ചോദിക്കുന്നത്. ശ്രീ എം പി രാജേഷ്, തീർച്ചയായും ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതായിരുന്നു. അത്തരം ചില ഇടപെടലുകൾ കോടതി നടത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ കോടതി നയപരമായ വിഷയമാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ സ്വകാര്യവൽക്കരണത്തിനുമൊക്കെ എതിരായിട്ട് കോടതി നടത്തുന്ന സൗകര്യപൂർവ്വം കോടതി ശ്രീ എം പി രാജേഷിനോട് ക്ഷമിക്കണം, താങ്കളുടെ ഫോണിൽ റേഞ്ച് കുറവാന്ന് തോന്നുന്നു, പറയുന്നത് വ്യക്തമാണില്ല. പിന്നീട് ഏതായാലും താങ്കൾ പറയാനുള്ള പ്രധാന പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വീണ്ടും റേഞ്ചുള്ള സമയത്ത് ബന്ധപ്പെടാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ഇതാണ്. ഇപ്പോൾ ജോർജ് കുര്യൻ BJP കൂടി ചേരുന്നു. ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ എങ്ങനെയാണ് കോടതിയുടെ ഈ ചോദ്യങ്ങളെ കാണുന്നത്? കോടതിയുടെ പരാമർശമാണ്. കോടതിയുടെ ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് പരാമർശിക്കുന്ന കാര്യമുള്ളൂ. കാരണം സർക്കാർ കർഷകർ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതാണ്. അപ്പോൾ അവർക്ക് ഈ നിയമം പിൻവലിക്കണമെന്നാണ് അവരുടെ ആവശ്യം. അപ്പോൾ അത് എത്രമാത്രം അങ്ങനെ നിയമം പിൻവലിക്കണോ വേണ്ടയോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. തീർച്ചയായും ഇത് വാദത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ വ്യക്തമാക്കിയുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമാണ് പ്രശ്നം, മറ്റ് ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്ന്. അപ്പോൾ അത് സർക്കാരിന്റെ നിലപാടായി കോടതിയിൽ പറയുമ്പോൾ നിയമങ്ങൾ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണോ വ്യാഖ്യാനിക്കേണ്ടത്, അതോ ഇനിയും സാധ്യതകളുണ്ടെന്നാണോ? അല്ലല്ല, ഇനിയിപ്പം നിയമം പിൻവലിക്കണമെങ്കിൽ കോടതി പറയണം. കാരണം അതൊരു കീഴ്വഴക്കമാവില്ല. പിന്നെ സമരം ചെയ്ത് കഴിഞ്ഞാൽ പിൻവലിക്കണമെന്നുള്ളൊരു കീഴ്വഴക്കമാകട്ടെ. കോടതി ഇത് റദ്ദ് ചെയ്യുന്ന പോലെയുള്ള ഇന്ത്യയിലൊരു കീഴ്വഴക്കമാകട്ടെ കോടതി രീതിയിലോട്ട്. അല്ലാതെ എങ്ങനെയാ? അവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു, പക്ഷെ അവര് പറയുന്നത് അത് പറ്റിയല്ല, നിയമം പിൻവലിക്കണം. എന്തുകൊണ്ട് നിയമം പിൻവലിക്കണം എന്നുള്ളതിന് മറുപടിയില്ല ഇതുവരെ. അതല്ല ചർച്ച നീണ്ടു പോകുന്നത്. അതുകൊണ്ടൊരിത് കീഴ്വഴക്കമാകണം. ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ കുറച്ച് പേര് സമരം ചെയ്യാം, അത് കോടതി പോവുക. അപ്പോൾ കോടതി പറയുക ആരെങ്കിലും സമരം ചെയ്ത് കഴിഞ്ഞാൽ നിയമം പിൻവലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമുക്കത് പിൻവലിക്കാമല്ലോ. അത് ഭാവിയിലും അങ്ങനെ ആയാൽ മതി. ജോർജ് കുര്യനാണ് BJP പ്രതികരിച്ചത്.
അഭിലാഷ്, ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ നമ്മൾ പ്രതികരിച്ചവർ പറഞ്ഞ പോലെ തന്നെ കോടതിയുടെ പരാമർശങ്ങളാണ്. അത് വിധി വരുമ്പോഴോ അല്ലെങ്കിൽ ഇടപെടുമ്പോഴോ എന്താവുമെന്ന് അറിയില്ല. ഏതായാലും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ അതിനെ കാണേണ്ടതും അല്ലേ ഈ മണിക്കൂറുകളിൽ. ഗോപികൃഷ്ണൻ, വളരെ കൃത്യമായി തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ വിഷയത്തിൽ അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ കോടതി പറഞ്ഞു പോയി എന്നത് മാത്രമാണ്. അതായത് ചർച്ച നടക്കുന്നു എന്ന തരത്തിൽ തുഷാർ മേത്ത കോടതിയെ ബോധിപ്പിച്ചപ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമുണ്ടായത്. അതായത് നിങ്ങൾ ഈ നിയമവുമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണോ തീരുമാനം, അധികം മരവിപ്പിച്ച് നിർത്തുന്നുണ്ടോ, അങ്ങനെ സാധിക്കില്ലേ എന്ന പരാമർശം മാത്രമായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. മാത്രമല്ല, അടുത്ത ആഴ്ച ഈ വിഷയം പരിഗണിക്കാനായി കോടതി ഇന്നത്തെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി രൂപീകരിക്കണം, ഒപ്പം വിശദമായ റിപ്പോർട്ട് വേണം എന്ന് മാത്രമാണ്. അതിനപ്പുറം ഈ നിയമം മരവിപ്പിച്ച് നിർത്തുവാനുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അതുണ്ടാകുമോ എന്നുള്ളത് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനും സാധിക്കില്ല. അടുത്ത ദിവസങ്ങളിലടക്കം നടക്കാൻ പോകുന്ന വാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കോടതിക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ കടുത്ത അതൃപ്തിയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അടിയന്തരമായ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ സുപ്രധാനമായ വാർത്തകളാണ് ഡൽഹിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും കർഷക നിയമം തൽക്കാലം നടപ്പാക്കരുത് എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതിയുടെ അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി സുപ്രധാനമായ നിർദ്ദേശമാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സമരം പരിഹരിക്കാത്തതിൽ കോടതിക്ക് കടുത്ത അതൃപ്തി ഉണ്ട് എന്ന് പറയുന്നു. സമരം നടത്തുന്ന ഒരു വിഭാഗം മാത്രമാണെന്ന് കേന്ദ്രം വാദിച്ചുവെങ്കിലും സമരം ഒത്തുതീർപ്പാവാത്തതിൽ അല്ലെങ്കിൽ ഇങ്ങനെ അനന്തമായി തുടരുന്നതിൽ ഒരു തീരുമാനമാവാത്തതിൽ കോടതി ശക്തമായ അതൃപ്തി തന്നെ രേഖപ്പെടുത്തി. കർഷക നിയമം തൽക്കാലം നടപ്പാക്കരുത് എന്ന് തന്നെ സുപ്രീം കോടതി നടപ്പാക്കുന്നത് മാറ്റിവെക്കൂ, അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യേണ്ടി വരും എന്ന് സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞതായുള്ള വാർത്തകളും പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ വളരെ സുപ്രധാനമായ ഒരു നിലപാടാണ് ഈ മണിക്കൂറുകളിൽ കോടതി എടുത്തിട്ടുള്ളത്. സമരവുമായി ബന്ധപ്പെട്ട കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുന്ന കാര്യത്തിലടക്കം അത് നീണ്ടുപോകുന്നത് ശരിയല്ല എന്ന അതൃപ്തിയും കോടതിയുടെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കി എന്ന് മനസ്സിലാവുന്നു. ഇനി ഹർജി പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചുവെങ്കിലും നിർണായകമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ചിലർ മാത്രമാണ് സമരം നടത്തുന്നത്, എല്ലാ വിഭാഗവും സമരമില്ല എന്ന് തുടങ്ങിയ സർക്കാർ വാദങ്ങൾ ഉന്നയിച്ചപ്പോഴും കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു വിഭാഗം മാത്രമാണ് സമരം നടത്തുന്നതെന്ന് കേന്ദ്രം വാദം ഉന്നയിച്ചപ്പോഴും കോടതി പറഞ്ഞത് നിയമം നീട്ടിവെക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾക്കത് നടപ്പാക്കേണ്ടി വരും എന്ന് കോടതി പരാമർശിച്ചതായാണ് തൽക്കാലം മനസ്സിലാവുന്നത്. കർഷക നിയമം തൽക്കാലം നടപ്പാക്കരുത് എന്ന നിലപാടിൽ തന്നെയാണ് സുപ്രീം കോടതി ഇന്ന് വാദങ്ങൾക്കിടെ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ ബിനോയ് വിശ്വം ഈ ഘട്ടത്തിൽ ചേരുന്നത്. ശ്രീ ബിനോയ് വിശ്വം, ഹർജി അടുത്ത ആഴ്ചത്തേക്ക് പരിഗണിക്കുന്നതിൽ മാറ്റിയെങ്കിലും സുപ്രധാനമായ ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. താങ്കൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഈ സമരരംഗത്ത് കർഷകർക്കൊപ്പം രാവും പകലും നിന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്തൊരു തീരുമാനം പറയേണ്ടത് ഞങ്ങളാരുമല്ല, ആ സമരം ചെയ്യുന്ന കർഷകരാണ്. അവരാണ് ഇന്ത്യക്ക് മുഴുവനും മാതൃകയാകും വിധത്തിലുള്ള സമര ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ സമരത്തെ ഇപ്പോൾ 48 ദിവസമായി നയിച്ചത്. അവർ ഉചിതമായ തീരുമാനം പറയും. ഒന്നെനിക്കറിയാം, സുപ്രീം കോടതിയുടെ ഭാഗത്തുള്ള ഈ കമന്റുകൾ ഓരോന്നും, ഈ വിധിയൊന്നുമല്ല, ഓരോ കമന്റുകളും വ്യക്തമാക്കുന്നത് സുപ്രീം കോടതിക്ക് പോലും സർക്കാരിന്റെ പോക്കിനോട് സമ്മതമൂലനാകുന്നില്ല എന്നാണ്. കർഷകർ ഈ നാടിന്റെ എന്നതകൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ശരിയായ ആവശ്യങ്ങൾക്കൊപ്പം ഒരു കമന്റ് കൊണ്ടെങ്കിലും നന്നേ തീരുവെന്നുള്ള ബോധത്തിലേക്ക് ഈ നാട്ടിലെ പരമോന്നതമായ നീതിപീഠത്തിന് പോലും എത്തേണ്ടി വന്നു എന്ന കാര്യം നിസ്സാരമായ ഒന്നല്ല. അതും ഒരു സർക്കാർ അതിന്റെ എല്ലാ ദുഷ്പ്രചരണ നാവുകളെയും തുറന്നു വെച്ചുകൊണ്ട് ഈ സമരത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം പേര് വിളിച്ചു. അവർ വിളിച്ചത് ആദ്യം ഇടനിലക്കാരെന്നാണ്.
ലാഭപ്രിയന്മാരായതുകൊണ്ട് ശ്രീ ബിനോയ് ഒരു നിമിഷം ഞാൻ ഇടപെട്ടെ. കാരണം സുപ്രീം കോടതി വക്കീൽ ജെയ്മോൻ ആൻഡ്രൂസ് എനിക്ക് വിധിയിൽ ഒരു ക്ലാരിറ്റി കുറച്ചും കൂടി വിശദീകരണം തേടാൻ വേണ്ടിയിട്ടാണ്. ബിനോയ് ഒരു നിമിഷമേ. ശ്രീ ജെയ്മോൻ ആൻഡ്രൂസ്, ഇപ്പോൾ പുതിയ വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് വലിയ പരാമർശങ്ങൾ തന്നെയാണ്, കോടതി അതിശക്തമായ അതിർത്തിയാണ് പ്രകടിപ്പിക്കുന്നത്. താങ്കൾ എന്തൊക്കെയാണ് ഇപ്പം മനസ്സിലാക്കുന്നത് വാദങ്ങളിൽ നിന്ന്? ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ശക്തമായ അഭിപ്രായങ്ങൾ സുപ്രീം കോടതി പറയുന്നത് ശുഭോദാർഹമാണ്. അത് നമുക്ക് അതിൽ നിന്ന് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് അവസാനം നമുക്ക് ഈ കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായ നിർദ്ദേശം ഉത്തരവ് വഴി തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി തയ്യാറാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഒരു സംശയമുള്ളത്. അതിന്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നെങ്കിലും ആകുന്നില്ല. അതാണ് പറയുന്നത്. മനസ്സിലായി. ശ്രീ ജെയ്മോൻ ആൻഡ്രൂസ് ആണ് സുപ്രീം കോടതി അഭിഭാഷകൻ പ്രതികരിച്ച്. ശ്രീ ബിനോയ് വിശ്വം, അപ്പോൾ അഭിഭാഷകർ പറയുന്നതാണ് ശക്തമായ ഭാഷയാണ്, വിമർശനമാണ്, പക്ഷെ ഒരു ഉത്തരവ് വന്നാലേ ഒരു കോടതി ഇടപെടലായി ഇതിനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശ്രീ ബിനോയ് വിശ്വം, പ്രശ്നം അത് തന്നെയാണ്. ഒരു കേസിന്റെ ഹിയറിംഗിന്റെ ഇടയിൽ കോടതി പറയുന്ന ഇത്തരം കമന്റുകൾ ഒരിക്കലും വിധിയാകുന്നില്ല. അത് തന്നെയാണ് ഇതിലെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഘടകം. ആ കമന്റുകളിലെല്ലാം കാണുന്നത് സർക്കാരിന്റെ നീക്കത്തോട് കോടതിക്ക് യോജിക്കാനാകുന്നില്ല എന്നാണ്. പക്ഷേ നിർണായകമായ വിധി പറയുന്ന വേളയിൽ കോടതി എന്ത് പറയും? അതാണ് പ്രധാനപ്പെട്ട കാര്യം. കോടതി അവിടെ ചാഞ്ചാടുമോ? കോടതി അവിടെ സർക്കാരിന്റെ കയ്യിലെ ഉപകരണമാകുമോ? കോടതി അവിടെ സർക്കാരിന് വേണ്ടി ഏതെങ്കിലും കള്ളക്കളി കളിക്കുമോ? ഇതെല്ലാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ കോടതിയെ, ജുഡീഷ്യറിയെ പലപ്പോഴും മോഡി ഗവൺമെന്റ് എക്സിക്യൂട്ടീവിന്റെ ഒരു തടങ്കൽ പാളയത്തിൽ അടച്ചതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം സാങ്കത്യമുണ്ട്. അതിൽ തീർപ്പുണ്ടാകുന്നത് വരെയും കൃത്യമായിട്ട് പറയാൻ നമുക്ക് പ്രയാസമുണ്ട്. ഒന്നുറപ്പാണ്, അർബൻ എക്സ്പ്ലനേഴ്സ് ഒന്നും വലിയ കച്ചവടക്കാരുടെ ഇടനിലക്കാരൊന്നും, അതുപോലെ തന്നെ എന്തെല്ലാം ചിത്രപ്പേരിട്ട് വിളിക്കാമോ ആ എല്ലാ പേരുകളും, ഖലിസ്ഥാൻ തീവ്രവാദികളൊന്നും എല്ലാം പേരിട്ട് പിടിച്ചുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്താനും അവരെ തോൽപ്പിക്കുവാനും വേണ്ടി എല്ലാ അടവുകളും പയറ്റിയ ഗവൺമെന്റ് ഒറ്റപ്പെടുകയാണ്. നാട്ടിൽ ആദ്യം ഒറ്റപ്പെട്ടു, ജനങ്ങൾ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. ഇപ്പോഴതാ ഇത്തരമൊരു കമന്റിലൂടെയാണെങ്കിൽ പോലും സുപ്രീം കോടതിക്ക് പോലും ഞങ്ങൾക്ക് സർക്കാരിന്റെ കൂടെ നിൽക്കാനാകുന്നില്ല എന്ന് കോടതിയും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. 47 ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഈ ബഹുജന പ്രക്ഷോഭത്തിൽ ഇന്ത്യയെ തീറ്റിപ്പറ്റുന്ന കർഷകന്റെ ഈ മഹത്തായ സമരത്തിന്റെ മുന്നിൽ കോടതി എടുത്ത ഈ നിലപാടിന്റെ സന്ദേശം എന്താണെന്ന് ഗവൺമെന്റിന് മനസ്സിലാകുമെങ്കിൽ നല്ലത്. മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ പറയും അത് ഈ സർക്കാരിന്റെ വിനാശകാലെയുള്ള വിപരീത ബുദ്ധിയായിരിക്കും. അതിലേക്ക് സർക്കാർ പോകാതിരിക്കട്ടെ. മോഡി ഗവൺമെന്റ് എന്താണ്, ആരാണ് എന്ന കാര്യം ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ സർക്കാർ കോർപ്പറേറ്റ് കൊള്ളക്കാരുടെ ദാസ്യപ്പടയുടെ ഗവൺമെന്റാണ്. ഈ സർക്കാർ അദാനി അംബാനിമാരുടെ കൂലിക്കാരാണ്. ഈ സർക്കാർ മൺസാന്റെയുടെയും കാർഗിലിന്റെയും അരുതകളാണ്. ഈ സർക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അതേ ആശയങ്ങളെ ഏറ്റുവാങ്ങിയവർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന നെറികെട്ട ഗവൺമെന്റാണ്. അത് ഈ രാജ്യം കാണുകയാണ്. ഈ സമരം നീണ്ടുപോകും തോറും കർഷകന്റെ സമരവീര്യം തളരാൻ പോകുന്നില്ല. അവർ തീരുമാനിച്ചവർക്കപ്പെട്ടവരാണ്. പരുക്കിനെ കടിച്ച് പല്ലുകളയേണ്ട എന്നാണ് സർക്കാരിന് ചിന്തയുണ്ടാകണമെങ്കിൽ സർക്കാർ ഈ സമരത്തിന്റെ ഏറ്റവും മുഖ്യമുദ്രാവാക്യമായ നിയമങ്ങൾ മൂന്നും പിൻവലിക്കൽ എന്ന സമയപരിധി കാരണമായിട്ടാണ്. ഏതായാലും കൃത്യമായി തന്നെ സുപ്രീം കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. സമരം പരിഹരിക്കാത്തതിൽ കോടതിയുടെ വലിയ അതൃപ്തിയും കോടതി രേഖപ്പെടുത്തുന്നു. അഭിലാഷ് കൂടിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഏറ്റവും ഒടുവിൽ പറയാനുള്ളത് ഇപ്പോൾ മനസ്സിലാക്കുന്നത്? കോടതിയിൽ അറ്റോർണി ജനറലാണ് ഇപ്പോൾ വാദഗതികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ നിയമവുമായി തന്നെ മുന്നോട്ട് പോകാൻ എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അതായത് കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ നിന്ന് പിന്നോട്ടില്ല. മാത്രമല്ല, അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ അതിന്മേൽ മറ്റ് നടപടിക്രമങ്ങളൊന്നും സ്വീകരിക്കാൻ കോടതിക്ക് റൈറ്റില്ല എന്ന തരത്തിലുള്ള വാദഗതികൾ കൂടിയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ സോളിസിറ്റർ ജനറലായിരുന്നു വ്യക്തമാക്കിയത് വാദമുഖങ്ങൾ. എങ്കിൽ അറ്റോർണി ജനറൽ തന്നെ കെ വേണുഗോപാൽ തന്നെ ഇപ്പോൾ നേരിട്ട് വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന പരാമർശം തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ നിയമവുമായി മുന്നോട്ട് പോകുന്നുണ്ടോ
ഇത് മരവിപ്പിച്ച് നിർത്താനാകില്ല എന്ന തരത്തിലുള്ള ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ അറ്റോർണി ജനറലിന്റെ ഭാഗത്ത് നിന്ന് ഈ നിയമവുമായി തന്നെ മുന്നോട്ട് പോകും എന്ന പരാമർശമുണ്ടാകുന്നത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലുള്ള ഉത്തരവാദിത്വം കൂടി കേന്ദ്ര സർക്കാരിനായിരിക്കും എന്ന തരത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും പരാമർശമുണ്ടാകുന്നു. അതിന് അറ്റോർണി ജനറൽ നൽകിയ മറുപടി എന്നത് കർഷകർ സമരം വലിയ തോതിൽ വ്യാപിപ്പിക്കുകയാണ്. അതായത് ഡൽഹിയിലേക്കടക്കം റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡ് നടത്തും എന്നാണ് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ നിലയിലാണ് കർഷകരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിന്മേലുള്ള ആറ്റിറ്റ്യൂഡ് എന്നുകൂടി അദ്ദേഹം കോടതിയെ ബോധിപ്പിക്കുന്നു. അങ്ങനെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാങ്കേതിക പ്രശ്നം കാരണം ശബ്ദം കേൾക്കുന്നില്ല. ഏതായാലും സുപ്രധാനമായ ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ പുരോഗമിക്കുകയാണ്. ഏതായാലും നിയമം നടപ്പാക്കും എന്ന് തന്നെയാണ് കോടതിയിൽ സർക്കാരിൻ്റെ ഭാഗമായി അഭിഭാഷകർ, അറ്റോർണി ജനറൽ അടക്കമുള്ളവർ വ്യക്തമാക്കിയെന്ന് മനസ്സിലാവുന്നു. പക്ഷേ ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ വലിയ അതൃപ്തി കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സമരം പരിഹരിക്കാത്തതിലും കോടതിയുടെ അതൃപ്തി വ്യക്തമാക്കുന്നു. കൃഷി നിയമം തൽക്കാലത്തേക്ക് നടപ്പാക്കരുതെന്ന് സുപ്രീം കോടതിയുടെ പരാമർശവും ശ്രദ്ധേയമാണ്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്